വാ മേലെ മൊത്തം കണ്ടു കേട്ടോ. മേലെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വന്ന ടൗണിൽ നിന്ന് ഇതാണ് നമ്മൾ കണ്ട ഫാക്ടറി. പിന്നെ നെല്ലാക്കോട്ട അവിടെ കാണുന്നത്. അടിപൊളി സാധനം കേട്ടോ. കാറ്റും നല്ല ഫീലാട്ടോ ഇവിടെ. മോനെ വൈബ് വൈബ് വൈബ്. ഹായ് ഫ്രണ്ട്സ്, ഷാബിൻ വ്ളോഗ്സിലെ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് റാക്കോട് പാർട്ട് 2 ആണ് കേട്ടോ. ഇനി നമ്മൾ മേലെ റാക്കോട്, ഇപ്പോൾ താഴെ റാക്കോടത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മേലെ റാക്കോട് പോയി നമ്മൾ മല കയറണം. നമ്മൾ മെയിനായിട്ട് ഈ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് മല കയറണം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ശരി, ഇവിടെ വരെ വന്നാണല്ലോ എല്ലാവർക്കും കാണിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അതായത് ഇവിടുത്തെ കുറേ യൂട്യൂബേഴ്സ് ഇവിടുത്തെ ഇങ്ങനെ കവറേജ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മേലെ റാക്കോടിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതൊരു അമ്പലമാണിത്. ഇതും എന്താ പറയുക, പഴയൊരു അമ്പലമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ വിഷ്ണു പറഞ്ഞു തരും. അമ്പലം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ പാർട്ടിൽ കണ്ടിട്ടുണ്ടാവും അവിടെ ഒരു അമ്പലം കാണിച്ചത്. അവിടെ ഉത്സവം ഉണ്ടാകുമ്പോൾ ഇവിടേക്കാണ് തേര്, നമ്മൾ ഫസ്റ്റ് ഒക്കെ തേര് കൊണ്ടല് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ അമ്പലത്തേക്കാണ് കൊണ്ടല്. ചെറിയ നാട്ടിൽ നമ്മൾ രാവിലെയൊക്കെ ആവും തേര് കൊണ്ടല്. അത് കുറച്ച് പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടെ വൈകുന്നേരമൊക്കെ ഇവിടെ തേരൊക്കെ കൊണ്ടുവരല്. പിന്നെ ഇവിടെ ഫസ്റ്റത്തെ മാതിരി പൂജ കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ല. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇൻട്രോ എന്ന് പറയാൻ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വിഷ്ണു പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററി ആണ്. നമുക്ക് ഹിസ്റ്ററി പറയാൻ അറിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് മുന്നോട്ട് ഇനി എന്തൊക്കെയുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. പോകുന്ന വഴിയിലൂടെ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാണാം ഇങ്ങനത്തെ ചെറിയ ഷെഡുകൾ കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ തേയിലൊക്കെ വെട്ടിക്കൊണ്ടതിന് ശേഷം ഇവിടെ തൂക്കുന്ന സ്ഥലമാണ് കേട്ടോ. തൂക്കിയിട്ട് അവർ ഫാക്ടറിക്ക് വണ്ടി വന്നിട്ട് ഫാക്ടറിക്ക് കൊടുത്തയക്കുന്ന ഇതാണ് കേട്ടോ അത്. അപ്പോൾ ആ ചെറിയ ഷെഡുകൾ കാണാൻ പറ്റും. ഗൈസ്, നമ്മൾ ഇതാണ് കേട്ടോ, നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരു ഇത് കാഴ്ച കാണണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പള്ളിയാണ്. ഇപ്പോൾ ഒരു പള്ളിയാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇതൊരു സ്കൂളായിരുന്നു. ഓക്സ്ഫോർഡ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് മദ്രസ ഉണ്ട്. മദ്രസയ്ക്ക് പോകാനുള്ള, ഇപ്പോൾ മദ്രസ ടൈമിംഗ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു പെർമിഷൻ ഇല്ല. അപ്പോൾ ഇതാണ് പള്ളി കേട്ടോ. ടാസ്ക് തുടങ്ങിട്ടോ. ഇനി മല കയറാൻ പോവാണ് കേട്ടോ. ഇതിലൂടെ അങ്ങനെ കയറേണ്ട, ഇതാണ് റോഡ്. അപ്പോൾ അവന്മാരൊക്കെ കയറുന്നുണ്ട്. ഇതിലെങ്ങനെ കയറാം. ഇനിയാണ് നമ്മളെ ടാസ്ക്. കയറി മേലത്തെ വ്യൂ മോനെ കാണാം നമുക്കത്. അപ്പോൾ ഗൈസ്, നമ്മളെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച മേലെ റാക്കോടത്തെ മല കയറാൻ പറ്റുമെന്നാണ്. പക്ഷേ അവിടെ റിസ്ക് പരിപാടിയാണെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ ഈ വന്യമൃഗങ്ങളും പിന്നെ ഫോറസ്റ്റുകാർ നമ്മളെ പിടിക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം ഞങ്ങളെ കണ്ട ചെക്കന്മാരെ ലുക്കാണല്ലോ.
ചെക്കന്മാരും കൂടി ആകുമ്പോൾ എന്തായാലും പിടിക്കുന്ന അവിടുത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്ലാൻ നിർത്തിയപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കണം എന്നുള്ളൊരു ഇതിലാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ ഇപ്പോൾ വേറെ മരമേ കയറാനുള്ള പ്ലാനാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എന്താ പറയുക, ഈ മറ്റേ കുറേ കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ അവിടെ കയറാൻ പറ്റൂല പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മല പറഞ്ഞിട്ടുണ്ട്, ചെക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിഷ്ണുവും നിതിനും മുഫീദൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലങ്ങ് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇത് കാണിക്കണമെന്ന് തോന്നി. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പഴയൊരു കാലത്തെ കൊട്ടായാണ് കേട്ടോ ഇത്. അതായത് പശുക്കളൊക്കെ കെട്ടുന്നത്, ഇപ്പം കെട്ടുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ എല്ലാം ഒരു പഴയ സെറ്റപ്പാണ് ഇവിടുത്തെ ഇത് കാണുന്നത് കേട്ടോ. പഴയ വീട് സ്റ്റൈല്, മറ്റേ പാടികൾ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയണമെന്നില്ല. ഇവിടുത്തെ ഈ തേയില തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വീട്ടിൽ അത് ഒരു ലൈൻസ് പോലെ അതിൽ കുറേ കുടുംബം ഉണ്ടാവും കേട്ടോ. അത് അടിപൊളി ഒരു എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചോളം കാലം ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഈ റാക്കോടുത്ത ആൾക്കാരൊക്കെ ഭയങ്കര നല്ല, അതായത് അവർ എല്ലാവരും ഈ അധികം ഈ എസ്റ്റേറ്റത്തെ ആൾക്കാർ കേട്ടോ. എസ്റ്റേറ്റത്തെ ആൾക്കാരൊക്കെ നല്ല എന്താ പറയുക, ഒത്തൊരുമയായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു വീടുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ചായിരിക്കും. അപ്പോൾ അവരൊരു കുടുംബം പോലെ അവർ കഴിയുള്ളൂ. അപ്പോൾ അതായത് പാടിയിട്ട ആൾക്കാർ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. പിന്നെ അതാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്ന മലയാണ് കേട്ടോ ഇത് കയറാൻ പോകുന്ന മലയാണ്. ഫുൾ കാടാണ് കേട്ടോ ഒരു ഉള്ളിൽ. ഇനി അതിൻ്റെ വിശേഷങ്ങളായിരുന്നു. നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ടോ, പ്ലാന് മാറ്റി നമുക്ക് ഇനി ഇവിടെ കയറി നോക്കാം കേട്ടോ. നമ്മൾ തുടങ്ങിയിട്ടോ, നമ്മളെ ജേണി തുടങ്ങിയിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ കണ്ട മാതിരിയല്ലോ, ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. ആനപ്പിണ്ടൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പോകുന്ന വഴിയിൽ ഒന്നും ഇല്ലാതെ നിന്നാൽ മതി. നമ്മമാർ കൊണ്ടുപോകണ്ടേ ഏതൊക്കെ സ്ഥലത്ത് കൂടെ. ടോപ്പ് പോയാൽ നമുക്കറിയാം എന്തൊക്കെ ഉണ്ടെന്ന്. പേരയ്ക്ക, ഇവിടുത്തെ പേരയ്ക്കട്ടോ, കാട്ടു പേരയ്ക്ക. നോക്കി അപ്പോൾ കുപ്പിതാടാ. കട്ടുപേരയ്ക്ക നമ്മള് പേരക്കൊക്കെ പറിച്ചിട്ടു. പേരയ്ക്ക എനിക്കൊന്നൊരു പേരയ്ക്ക. ഇതാണ് കാട്ടുപേരയ്ക്ക. ഇനി എങ്ങനെ പോണേ? ആണല്ലേ, മുന്നിലൊരാൾ നടന്നോളി. ചുവപ്പ് പേരയ്ക്കട്ടോ, അടിപൊളിയുണ്ട്. അപ്പം നമുക്കിനി പേരക്കൊക്കെ തിന്ന് തെമ്പിയെ നടക്കാം. നല്ല വൈബാണ് കേട്ടോ ഇവിടെ. നോക്കി, ഇപ്പോൾ കുറച്ച് ദൂരം നമ്മൾ കയറി വന്നു. പകുതിയോളം വന്നില്ലേ? അയ്യോ, ഇനിയും കുറേ പോകണത്രേ. ഇപ്പോൾ കുറച്ചേ വന്നിട്ടുള്ളൂ. വന്ന് കുറേ പോകണം. ഞാനാണെങ്കിൽ ഷൂ ഇട്ടിട്ട് വന്ന്. ഷൂ ആണെങ്കിൽ ബൂട്ട്സ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എടാ അതിപ്പോൾ എങ്ങനെ കയറി? ഞാൻ ബൂട്ട്സ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ സ്നീക്കേഴ്സ് ഇട്ടിട്ടാണ് വന്നത്. ഗായ്സ്, നമ്മൾ ഇത്ര കയറിയിട്ടോ. അത് കാണുന്ന വേറൊരു മലയാണേ. അതാ അവിടെ റോഡ് കാണുന്നുണ്ടോ? അല്ലോ, റോഡ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ദൂരം ഉണ്ട് കേട്ടോ. കുറേ കയറി വന്ന് ഇനി കയറണം അത്രേ. ഇത് പകുതിയൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ താഴേക്ക് നല്ല വ്യൂ കേട്ടോ. പിന്നെ ചെയ്താൽ മേലക്കിഞ്ഞു അത്ര കയറണം, തോപ്പി കയറണം. ഇപ്പത്തെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം, ഒന്നും പറ്റുന്നില്ല. നോക്കാം നമുക്ക്. പിന്നെ ഇത് ഒരു കുത്തുന്ന ടൈപ്പ് ഒരു സാധനം കേട്ടോ. എന്താ ഈ ഫാൻറ്റിമലൊക്കെ അതാണ്. നല്ല വൈബ് പ്ലേസാണ് കേട്ടോ. കയറാൻ വിചാരിച്ച മല വേറെയാണ്, ഇത് വേറെയാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു മല കിട്ടിയ പോലെ അല്ലേ. അപ്പോൾ ഇവിടെ വന്ന് നിരാശനാക്കരുത്
നിങ്ങൾ നിരാശനാക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ മലയ്ക്ക് കയറി ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ മലേൻ്റെ ടോപ്പ് എത്തിയിട്ടോ. കുറേ നടന്നു, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഓടിപ്പോയിട്ട് അവിടെ ഉണ്ടാവും. വാ, മേലെ മൊത്തം കണ്ടു കേട്ടോ. അതായത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ വന്ന ടൗണിൽ നിന്ന് ഇതാണ് നമ്മൾ കണ്ട ഫാക്ടറി. പിന്നെ നെല്ലാക്കോട്ട അവിടെ കാണുന്നത്. അടിപൊളി സാധനം കേട്ടോ. കാറ്റും നല്ല ഫീലാട്ടോ ഇവിടെ. മോനെ വൈബ് വൈബ് വൈബ്. നമ്മൾ വേറൊരു കേട്ടോ അടുത്ത മല പകുതി വരെ കാണാം. അപ്പോൾ അവിടുന്ന് ഈ മല എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി അപ്പോൾ ഇത് കുറച്ച് ഇറക്കമാണ് കേട്ടോ. ഇറങ്ങി നമ്മൾ കയറ്റം കാണാം. അപ്പോൾ ഇത് നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഫുള്ള് എങ്ങനെ വരും, മല നല്ല ഷേപ്പായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് അറിഞ്ഞാലാണ് ഫുള്ള് പുല്ലും മരങ്ങളൊക്കെ നമുക്ക് കറക്റ്റിന് അറിയുള്ളൂ. നമ്മൾ അവിടുന്ന് ആകുമ്പോൾ നമ്മൾ ദൂരത്തുനിന്ന് ഒരു മല കാണുമ്പോൾ അത് ഇവിടുന്ന് ഒരു മല നോക്കുമ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറയാം, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടാവും, ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫുട്ബോൾ ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണ് നമ്മൾ നേരിട്ട് കണ്ട ഫുട്ബോൾ ഗ്രൗണ്ട് അതേ മല ഒരു മല ആയിട്ടുള്ള ഇത് കേട്ടോ. അടിപൊളിയായിരിക്കും. പക്ഷെ ഇവിടെ വന്ന് നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ റിയാലിറ്റി അറിയാം. കണ്ടോ, ഫുള്ള് പുല്ലാണ്. ഇങ്ങനത്തെ ഒരു പുല്ലും പിന്നെ മരങ്ങളും കണ്ടോളൂ. ഇങ്ങനത്തെ ഓരോരോ മരങ്ങളൊക്കെ കേൾക്കാം. പോയിക്കൊണ്ടിരിക്കുന്ന വഴി കേട്ടോ. ഇനി അവിടുത്തെ ഒരു വ്യൂ കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഇത് കാണിക്കുന്ന അവിടുന്ന് നമ്മൾ കയറി മല എങ്ങനെ ഉണ്ട് നോക്കാനാണ് കേട്ടോ. ഇപ്പോൾ കാണുന്നുണ്ടാവും തോന്നുന്നു ബാക്കിൽ. എവിടെ ഇതാണോ കാട്ടുനെല്ലി കയറിയേ? ഇതാണ്ടോ കാട്ടുനെല്ലിക്ക മരം. പക്ഷെ ഇപ്പം നെല്ലിക്കല്ല, ഇതിന് ചെറിയ നെല്ലിക്കയാണ്. ഇതിന് പ്രത്യേകത പറഞ്ഞില്ലേ, ചെറിയ നെല്ലിക്കായിരിക്കും. നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മേലെ എടുത്താണെന്ന് പറയുന്നുണ്ട്, പക്ഷെ എത്തുന്നുമില്ല. പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ കുറേ ദൂരം വന്നിട്ടു. നമ്മൾ മേലെ കയറണമെന്ന് വിചാരിച്ച് ഇവിടെ അവസാനിപ്പിക്കാന്ന് വെച്ചാൽ കുറേ ദൂരം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ മല കാണാൻ പറ്റും. ഇവിടെ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അതേപോലെ അങ്ങനെയല്ല കരുതലോടെ വരണം നമ്മൾ. അപ്പോൾ ചെക്കന്മാർക്ക് കുടിക്കാൻ വന്നില്ല, കായും പുലി കരടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതാണ് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കുറച്ച് കരുതലോടെ വരണം. അപ്പോൾ പാമ്പുകളും കുറേ പാമ്പുകളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഇപ്പോൾ നല്ല കാറ്റ്. ശരി, നമ്മൾ ഈ താഴേക്ക് ഇറങ്ങും. ഇവിടെ നിന്ന് നമ്മൾ ഇതായി അവിടെ അങ്ങനെയാണ്. അപ്പോൾ
ലാസ്റ്റ് നമ്മൾ താഴേക്ക് എത്തിട്ടോ. ടോപ്പിൽ കയറി നമ്മൾ ഏറ്റവും താഴേക്ക് എത്തിയപ്പോൾ ഏറ്റവും താഴെയല്ല നമ്മൾ വന്ന് ഇവിടുന്ന് തുടങ്ങി നമ്മൾ ട്രെക്കിങ് തുടങ്ങിയ സ്ഥലത്ത് എത്തിട്ടോ. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. മേലെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയായിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ ഇനിയും ഇത് കുറേ വീഡിയോസൊക്കെ അതൊക്കെയുണ്ട്, നല്ല കിതക്കാണെങ്കിൽ അതൊക്കെയുണ്ട്. അപ്പോൾ ഇനിയും കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ട്രെക്കിങ്ങും കാര്യങ്ങളും വ്ളോഗ്സൊക്കെ ആയിട്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ, അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് മറക്കല്ല. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ, അത് നമുക്ക് മെയിനാണ്. അപ്പോൾ ഗൈസ് ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഔട്ട് ഫ്രം ഷാൻ വ്ളോഗ്സ്. ബൈ. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.